മച്ചന്മാരെ ദ്രാസ്തിച്ചേ നമ്മളിവിടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ വീട്ടിൽ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ചിക്കൻ ഇനി ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് ചിക്കൻ കറി ആയിരുന്നു. കുറച്ച് ചിക്കൻ ബാലൻസ് വന്നിട്ടുണ്ട്. അതൊരു കവറിലോട്ട് മാറ്റുക. എന്നിട്ട് ജസ്റ്റ് ഒരു വലിയ കവറിലോട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് മാറ്റുക. എന്നിട്ട് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെരി സിമ്പിൾ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യുക. പുറത്ത് കാണുന്ന ആ സ്പേസിലോട്ട് ആ ചിക്കൻ വെക്കുക. ഓക്കെ, ഓൾറെഡി നമ്മൾ മുമ്പ് വെച്ച ബട്ടറാണ് ആ സൈഡിൽ കാണുന്നത്. എന്നിട്ട് നമ്മൾ വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടപ്പം ചിലർക്ക് കൗതുകമായിട്ടുണ്ടാവും, ചിലർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഇവിടെ ഓൾറെഡി ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ നാട്ടിലെ ഫ്രിഡ്ജിനേക്കാൾ തണുപ്പായിരിക്കും ഇവിടെ പുറത്തുണ്ടാവുക. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഐസാവുകയും നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നീട് ഉണ്ടാകുന്ന സംശയം എന്താ വെച്ചാൽ കാക്ക ഒക്കെ വന്ന് കൊത്തൂല എന്നുള്ളതാണ്. ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാക്കകളൊക്കെ വെൽ ഡിസിപ്ലിൻഡ് ആണ് എന്നുള്ളത്. എന്ന് കാക്ക അത് കൊത്തുന്നോ അന്ന് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മച്ചന്മാരെ പക്ക.